friends, welcome back to my YouTube channel M3 Media. Friends, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യമായി ആഡ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഓഡിയോ ഫയൽ. അത് നമ്മൾ പല സ്ഥലത്തും തപ്പിപ്പിടിച്ച് നമ്മൾ ആ വീഡിയോയിൽ ആഡ് ചെയ്യും. പക്ഷേ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും കോപ്പറേറ്റ് ക്ലെയിമോ കോപ്പറേറ്റ് സ്ട്രൈക്കോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോ കോപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രീ കോപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലർക്കൊക്കെ ഈ വീഡിയോ അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ട് അതിൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രോം ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സെർച്ച് ബാറിൽ youtube.com എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കും. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് ഒരു റെഡ് കളർ ഓപ്ഷൻ, ഒരു ആരോ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിലെ ഐക്കൺ ഡെസ്ക്ടോപ്പ് സൈറ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് ലഭിക്കുന്നതാണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ലോഗോ കാണാൻ, നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണാൻ കഴിയും. അതിലൊന്ന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. യുവർ ചാനൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ കസ്റ്റം ചാനൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ studio.com ഓപ്പൺ ആകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാകും, ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിക്കും. അപ്പോൾ നമ്മുടെ നോ കോപ്പിറൈറ്റ് ഫ്രീ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്സ് ആയിരിക്കും ഇവിടെ ഫുള്ളും. മ്യൂസിക്സ് മാത്രമല്ല സൗണ്ട് എഫക്ട്സും ഉണ്ട്. നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് കാണാൻ കഴിയും 3 ഓപ്ഷൻസ്, ഫ്രീ മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും. അപ്പോൾ നമുക്ക് സെർച്ച് ബാറിൽ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്ന് കൊടുക്കാം. ആയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഓഡിയോ ഫയലാണ് എടുക്കുന്നത് അതിൻ്റെ ലെങ്ത്തിൻ്റെ നമ്മൾ എത്ര മിനിറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര ഇപ്പോൾ നമുക്ക് ചെറിയ ലെങ്ത്ത് കുറഞ്ഞതാണോ ലെങ്ത്ത് കൂടിയതാണോ എന്നാണ്. ആ ഡ്യൂറേഷനിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞതായിരിക്കും വരുന്നത്. പിന്നെയും ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടിയ ഓഡിയോ ഫയൽസ് ആയിരിക്കും വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് ട്രാക്ക് ടൈറ്റിൽ. അത് നമുക്ക് ഏത് തരത്തിലുള്ള സോങ് ആണോ, നമുക്ക് ഏത് തരത്തിലുള്ള ഓഡിയോ ഫയലാണോ ആവശ്യം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി സെർച്ച് ബാറിൽ നമുക്ക് ഏത് സോങ് ആണോ ഏത് ഓഡിയോ ഫയലാണോ ആവശ്യം അതിൻ്റെ കറക്റ്റായിട്ടുള്ള നെയിം അവിടെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നോട്ട് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ഫയലാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ സെർച്ച് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാകും. ഫസ്റ്റ് തന്നെ അത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. അത് കഴിയുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെർമിഷനൊക്കെ ചോദിക്കും. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫയൽസിൽ പോയി മ്യൂസിക് ഡൗൺലോഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാകും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത മ്യൂസിക്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാകും നോട്ട് ഫോർ നത്തിങ്. ആ സോങ്ങാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത്. ഇപ്പോൾ ഫയൽസിൽ വന്നപ്പോൾ ആ മ്യൂസിക് ഡൗൺലോഡ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടാൽ എൻ്റെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും സൈനിങ് ഔട്ട്.